പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷം നടക്കുകയാണ്. ആഘോഷം തുടങ്ങുന്നത് തന്നെ എം പി രാജേഷും മന്ത്രി മുഹമ്മദ് റിയാസ് അഥവാ മുഹമ്മദ് റീൽസും തമ്മിലുള്ള തർക്കത്തിലാണ്. സ്മാർട്ട് റോഡിന്റെ ക്രെഡിറ്റ് ആരുടെയാണ്? അതാണ് തർക്കം. മുക്കിനെന്തെല്ലാം റിയാസ് ഫ്ലെക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ റോഡുകൾ തകർന്നാൽ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുവാൻ ഒരു മന്ത്രി പോലും ഇല്ലാത്ത അവസ്ഥയാണ്. നമ്മുടെ നാട്ടിലെ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് എത്രയോ നാളുകളായി. മുഖ്യമന്ത്രിക്ക് അതൊരു പ്രശ്നമല്ല, കാരണം മാസപ്പടി ലഭിക്കുന്നുണ്ട്. സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരില്ല, ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭിക്കുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിക്ക് പോകുവാൻ വേണ്ടി വിദേശ രാജ്യങ്ങളുണ്ട്, അവിടെ ഹോസ്പിറ്റലുകളുണ്ട്, ചികിത്സിക്കുവാൻ ഡോക്ടർമാരുമുണ്ട്. അപ്പൊ അതും ഒരു പ്രശ്നമല്ല. ക്രമസമാധാനവും കിഫ്ബിയും സ്ത്രീ സുരക്ഷയും ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലല്ലേ 24 മണിക്കൂർ ഒരു ദളിത് സ്ത്രീയെ വിവസ്ത്രയാക്കിക്കൊണ്ട് ചോദ്യം ചെയ്യലിന് ഇരയാക്കപ്പെട്ടപ്പോ അവർ അവസാനം കുറ്റവിമുക്തയാണെന്ന് തെളിഞ്ഞിട്ട് പോലും ഒരു മാന്യതയുടെ പുറത്ത് അവരോട് ക്ഷമാപണം നടത്തുവാൻ ഈ നാട്ടിലെ പോലീസോ സംവിധാനങ്ങളോ തയ്യാറായിട്ടില്ല. കരാർ ഏറ്റെടുക്കുന്ന എല്ലാ കമ്പനികൾക്കും കോടികളാണ് കുടിശ്ശിക. പക്ഷേ ഒരാളെങ്കിൽ 1 രൂപ പോലും കുടിശ്ശികയില്ല. തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഈ നാട്ടിലെ CPIM അല്ലാത്ത യുവാക്കളുടെ മാത്രം അവസ്ഥയായി മാറിയിരിക്കുന്നു. കൊച്ചി മെട്രോയും കണ്ണൂർ വിമാനത്താവളവും വിഴിഞ്ഞം പദ്ധതിയും ഒക്കെ നിങ്ങൾക്ക് ഏറ്റെടുക്കാം. പക്ഷേ അത് മറ്റേതോ കുഞ്ഞിന്റെ പിതൃത്വമാണെന്ന് പറയുവാനുള്ള പൊതുബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം സർ.